കണ്ണൂർ രൂപതയിലെ പ്രാർത്ഥനയുടെ കൃപയുടെ ഒരു പവർ ഹൗസാണ് കോളയാട് സ്ഥാപിതമായിരിക്കുന്ന ആവിലാരം. അതൊരു മിണ്ടാമഠമാണ്. അവിടെ ലോകത്തിൻ്റെ എല്ലാ വശ്യതകളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നുമെല്ലാം അകന്നുമാറി നിശബ്ദതയിൽ പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരു സംഘം സന്യാസിനികളുണ്ട്. Ora pro nobis sancta Dei genitrix, Domine sadio ratione meam, Oremus. Omnipotens sempiterne Deus, qui gloriose Virginis Martis Mariae corpus et animum, ut dignim filium tui habitaculum, Ephesiam ereretur, Spiritum Sanctum cooperante preparaste, Daus cuius commemoratione letamur, eius pia indissociane habit stanibus malis et a morte perpetua liberemur, perendum Christum Dominum nostrum. കോളയാടുള്ള മിണ്ടാമഠം റോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിഷ്പാദക കർമ്മലിത്ത സഭയിലെ അംഗങ്ങളാണ്. നിഷ്പാദക കർമ്മലിത്ത മിണ്ടാമഠത്തിന് രൂപം കൊടുത്തത് ആവിലയിലെ അമ്മ ത്രേസ്യയാണ്. ദൈവത്തോട് ചേർന്നുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്കും പ്രാർത്ഥനയുടെ പ്രേക്ഷിത ഫലസമൃദ്ധിക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹമാണ് കർമ്മലിത്ത സന്യാസ സമൂഹം. BC 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏലിയ പ്രവാചകനിലൂടെ ഉദയം ചെയ്ത ഒരു താപസ സമൂഹം പലസ്തീനായിലെ കാർമൽ മലയിൽ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ദൈവൈക്യത്തിലും കഴിഞ്ഞിരുന്നു. കാലാന്തരത്തിൽ 12-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും വിശുദ്ധ ബ്രോക്കാഡ് എന്ന താപസ ശ്രേഷ്ഠൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ജെറുസലേം പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ ആൽബർട്ട് നൽകിയ നിയമാവലി അനുസരിച്ച് പൊതുവായ ജീവിതക്രമം പാലിക്കുന്ന ഒരു ശിഷ്യ സമൂഹമായി ഇവർ മാറി. പിന്നീട് 15-16 നൂറ്റാണ്ടുകളിൽ ഉണ്ടായ യുദ്ധങ്ങളും രോഗങ്ങളും ഒക്കെ ലോകാരൂപി ഈ സന്യാസ സമൂഹത്തിലേക്ക് കടന്നുകൂടുവാൻ കാരണമായി. തുടർന്ന് പുരാതന കർമ്മലീത്ത സഭയിലെ അംഗമായിരുന്ന ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോട് ചേർന്ന് കർമ്മലീത്ത ധ്യാനാത്മക പൈതൃകത്തിൻ്റെ തനതായ ജീവിതശൈലിയിലേക്ക് ഈ സമൂഹത്തെ നവീകരിക്കുകയും നിഷ്പാദുക സന്യാസ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. നിഷ്പാദുക കർമ്മലീത്ത സഭയിൽ 3 രീതിയിലുള്ള സമൂഹങ്ങൾ ഉണ്ട്. ഒന്നാം സമൂഹം വൈദികരുടെ കൂട്ടായ്മയും, രണ്ടാം സമൂഹം മിണ്ടാമഠം സന്യാസിനികളും, മൂന്നാം സമൂഹം അൽമായരുടെ കൂട്ടായ്മയും ആണ്. കർമ്മലീത്ത സഭയുടെ പൂർവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ആവൃത്തിക്കുള്ളിൽ ആയിരുന്ന് നിരന്തര പ്രാർത്ഥനയിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും തിരുസഭയുടെ ഹൃദയമായി വർത്തിക്കുവാനുള്ള വിളിയാണ് മിണ്ടാമഠത്തിലെ സന്യാസിനികൾക്കായി ലഭിച്ചിരിക്കുന്നത്. സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും എല്ലാം ആകർഷണങ്ങളിൽ നിന്ന് അകന്നുമാറി ഇങ്ങനെ നിശബ്ദതയിൽ പ്രാർത്ഥനയിൽ ധ്യാനത്തിലായിരിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയൊരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. മറ്റൊരിടത്തും മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത ഒരാനന്ദം. ആ ആനന്ദത്തിലാണ് ഈ സന്യാസിനികൾ. അവരുടെ പ്രാർത്ഥനകളും ത്യാഗവും ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. എത്രയോ യുവതി യുവാക്കളാണ് പറയുക, ജീവിതത്തിനൊരർത്ഥവുമില്ല, ആകെ ബോറായി, ആകെ പ്രതിസന്ധിയായി. പക്ഷേ ഈ സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും സംസ്കാരത്തിൽ നിന്ന് അകന്നുമാറി ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കുമ്പോൾ, ആ നിശബ്ദതയിൽ ധ്യാനത്തിലായിരിക്കുമ്പോൾ ജീവിതത്തിന് പുതിയൊരർത്ഥവും മാനവും കൈവരുന്നു. അതാണ് ഈ സന്യാസിനികൾ ലോകത്തിന് വെല്ലുവിളിയായി പകർന്നു നൽകുക. ഈ ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നു വരിക യഥാർത്ഥത്തിൽ വെല്ലുവിളിയാണ്. പക്ഷേ
ആ വെല്ലുവിളി സ്വന്തമാക്കുന്നവർക്ക്, ആ വെല്ലുവിളി സ്വീകരിക്കുന്നവർക്ക് സ്വർഗീയ സാന്ത്വനം അവരുടെ ഹൃദയത്തിൽ എന്നും അനുഭവവേദ്യമാകും. അവരുടെ ജീവിതത്തിലെ ആ സന്തോഷം, ആ സുവിശേഷത്തിൻ്റെ ആനന്ദം മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത ഒന്നായിത്തീരുന്നു. ആ സൗഭാഗ്യത്തിലാണ് ഈ ആവിലാരം എന്ന മിണ്ടാമഠത്തിലെ കോൺടെംപ്ലേറ്റീവ് സിസ്റ്റേഴ്സ് അനുഭവിക്കുന്നതെന്ന് വ്യക്തിപരമായി എനിക്കറിയാം. ഏറെ സന്തോഷമുണ്ട് കണ്ണൂർ രൂപതയിൽ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കുകയും ചെയ്യുന്ന ഒരു സന്യാസിനി സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ. ഈ രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക്, ഈ രൂപതയുടെ അജപാല ശുശ്രൂഷ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അവർക്ക് വേണ്ടി നിത്യം ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം അവരുടെ പ്രാർത്ഥനകൾ, ഈ രൂപതയുടെ പല നിയോഗങ്ങളും ഞാൻ അവരെ വിളിച്ചു പറയാറുണ്ട്. വ്യക്തിപരമായ ചില പ്രയാസങ്ങളുടെ അവസരത്തിൽ ഞാൻ അവരെ വിളിച്ചു പറയാറുണ്ട്. അവർ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നതിൽ എനിക്ക് വലിയ ആശ്വാസവും സന്തോഷവുമുണ്ട്. അവരുടെ ആ ജീവിത ശൈലിയിലേക്ക് കൂടുതൽ പേർ കടന്നു വരട്ടെ. അങ്ങനെ ലോകത്തിൻ്റേതായ ഈ വശ്യതകളിൽ നിന്നും ആകർഷണങ്ങളിൽ നിന്നും അകന്നു മാറി ദൈവത്തിൻ്റെ സാന്ത്വനം അനുഭവിക്കുവാൻ കൂടുതൽ പേർക്ക് സാധ്യമാകട്ടെ എന്നതാണ് എൻ്റെയും ആശംസയും പ്രാർത്ഥനയും. സ്പെയിനിൽ ആവിലായിലെ വിശുദ്ധ അമദ്രേസ്യയാൽ നവീകരിക്കപ്പെട്ട കർമ്മലീത്ത നിഷ്പാദക സന്യാസിനി സമൂഹം നമ്മുടെ ഈ നാട്ടിലെത്തിയത്, അത് കേരളത്തിലെത്തിയത് 1936 കോട്ടയം സെയിൻറ്റ് തെരേസാസ് മൗണ്ടിൽ സ്പെയിനിൽ നിന്നും വന്ന ബഹുമാനപ്പെട്ട മദർ മരിയ റൊസാരിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ തെരേസ്യൻ കാർമല് സ്ഥാപിതമായി. തുടർന്ന് 1948 തിരുവല്ലയിലും 1966 കൊട്ടിയത്തും 1982 എരമല്ലൂരും 2005 തിരുവനന്തപുരത്തും 2008 മലയാറ്റൂരും നിരന്തര പ്രാർത്ഥനയിലൂടെ സമൂഹത്തിന് പ്രത്യാശ പകരുന്ന തെരേസ്യൻ കാർമലുകൾ രൂപം കൊണ്ടു. 8 ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇത്തരം ധ്യാനാത്മക കർമ്മലീത്ത ഭവനങ്ങൾ സ്ഥാപിതമായില്ല എന്ന കുറവ് നികത്തിക്കൊണ്ട് കണ്ണൂരിൽ ഓളയാട് എന്ന സ്ഥലത്ത് പുതിയ കർമ്മലീത്ത നിഷ്പാദുക സന്യാസിനി ഭവനം ആവിലാരാം സ്ഥാപിതമായി. വിശുദ്ധ അമ്മ ത്രസ്യായുടെ 5ാം ജന്മശതാബ്ദി നാളിൽ ദൈവം നൽകിയ സമ്മാനമാണ് ആവിലാരാം. കാരണം വിശുദ്ധ അമ്മ ത്രസ്യായുടെ 500ാം ജന്മദിനമായ 2015 മാർച്ച് 28 ആവിലാരാമിൻ്റെ കല്ലിടൽ കർമ്മം നിർവഹിക്കപ്പെട്ടത്. ഉദാരമനസ്കരായ ധാരാളം പേരുടെ സഹായ സഹകരണങ്ങൾ വഴി ആവിലാരാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അങ്ങനെ 2018 ജനുവരി 29 ആവിലാരാമിൻ്റെ വെഞ്ചരിപ്പും നിർവഹിക്കപ്പെട്ടു. കണ്ണൂർ രൂപത അധ്യക്ഷനായ അഭിമന്യ അലക്സ് വടക്കുംതല പിതാവിൻ്റെ അനുഗ്രഹാശിസും കർമ്മലീത്ത നിഷ്പാദക സന്യാസിനി സമൂഹത്തിൻ്റെ ഡെഫിനിറ്റർ ജനറലായിരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുള്ളൂരച്ചൻ്റെയും മഞ്ഞുമൽ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട പ്രസാദച്ചൻ്റെയും നിരന്തരമായ പരിശ്രമവും എല്ലാ കർമ്മലീത്ത സഹോദരങ്ങളുടെയും പ്രാർത്ഥനയും സഹകരണവും ആവിലാരാം എന്ന ദൈവനിയോഗത്തിന് വഴിതെളിച്ചു. നിഷ്പാദക കർമ്മലീത്ത സഭയിലെ മഞ്ഞുമൽ പ്രോവിൻസിൻ്റെ ഒരംഗമാണ് ഞാൻ. ഈ കോളയാട് മേഖലയും ഇടവകയും മഞ്ഞുമൽ പ്രോവിൻസിൻ്റെ ആദ്യകാല മിഷൻ പ്രവർത്തന മേഖലയാണ്. ഈ മേഖലയുടെ വളർച്ചയ്ക്ക്, ആധ്യാത്മിക വളർച്ചയ്ക്ക് പൂർവികരായിട്ടുള്ള വൈദികർ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പരിശ്രമവും അവരുടെ ദീർഘവീക്ഷണവും വളരെയധികം കാക്ഷിച്ച ഒന്നാണ് ഇവിടെ ഒരു മിണ്ടാമഠം, കർമ്മലീത്ത ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് വരണമെന്നുള്ള ആഗ്രഹം. അത് ഈ പ്രദേശത്തിൻ്റെ ഉണർവിന്, ആത്മീയ ചൈതന്യത്തിന് കാരണമായി തീരുമെന്ന് അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അത് സാക്ഷാത്കൃതമായി തീരുന്നതിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച, ആഗ്രഹിച്ചതും
ഞങ്ങളുടെ മുൻപത്തെ പ്രൊവിൻഷ്യാളായിരുന്ന അഗസ്റ്റിൻ മുള്ളൂർ അച്ഛനാണ്. അച്ഛൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി ഇവിടെ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് തുടങ്ങുവാൻ കഴിഞ്ഞു. അത് ഈ പ്രദേശത്തിൻ്റെ ആത്മീയ ഉണർവിന് കാരണമായിത്തീരുന്നു. കാർമലിൻ്റെ ആത്മീയത ഇങ്ങനെ സംശയിക്കാം. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂട്ടുകൂടിയും ദൈവത്തോട് സല്ലപിച്ചും ഒക്കെ വളരെ സന്തോഷത്തിൽ കഴിഞ്ഞൊരു അവസ്ഥ, ഒറിജിനൽ സോളിറ്റ്യൂഡ്, ഒറിജിനൽ ഇന്നസെൻസ്, ആദിമ നൈർമല്യം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ. എന്നാൽ പാപം മൂലം മനുഷ്യകുലത്തിന് ദൈവത്തോടുള്ള ആദിമ ബന്ധം നഷ്ടമായി തീർന്നു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവിടുത്തെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെ നമ്മെ വീണ്ടും അവിടുത്തോട് ഐക്യപ്പെടുത്തി. ഈശോ നേടിത്തന്ന ഈ രക്ഷ ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ്. ചിലർ മരണസമയത്ത് ദൈവവുമായി ഐക്യപ്പെടുന്നു. മറ്റു ചിലർ മരണാനന്തരം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയതിനു ശേഷം ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് കടന്നുവരുന്നു. എന്നാൽ കാർമലിലെ വിശുദ്ധരായ വിശുദ്ധ അമ്മ ത്രേസ്യായും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ദൈവൈക്യം ഈ ഭൂമിയിൽ വെച്ച് തന്നെ സംഭവിക്കാം എന്നാണ്. സ്വർണം ഉലയിൽ ശുദ്ധി ചെയ്യുന്നതുപോലെ നമ്മുടെ ബോധമനസ്സിനെ പ്രാർത്ഥന കൊണ്ടും തപചര്യകൾ കൊണ്ടും പരസ്നേഹ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ ആകും വിധം ശുദ്ധീകരിക്കുമ്പോഴാണ് ഈ ദൈവൈക്യം സാധ്യമാവുന്നത്. ആവൃത്തിയുടെ ഉള്ളിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്കായി സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ലോകത്തിലെ ഓരോ വ്യക്തിയിലും ക്രിസ്തു ജനിക്കാനുള്ള ഒരു ഈറ്റുനോവ് അനുഭവിക്കുന്ന പ്രാർത്ഥനയുടെ പ്രേക്ഷിതത്വമാണ് ഓരോ കാർമൽ സന്യാസിനിയുടെയും ദൈവവിളി. ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു വലിയ ആത്മീയ സ്വാതന്ത്ര്യമാണ്. ആ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നു. ഇതിനേക്കാൾ വലിയ ഒരു സ്വാതന്ത്ര്യമില്ല. ഇത് ഉത്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ക്ലോയിസ്റ്ററിലോ അല്ലെങ്കിൽ കാർമലിലോ മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് ഈ ദൈവത്തിൻ്റെ ഈ ദൈവ ഐക്യത്തിലേക്കുള്ള വിളി ലോകത്തിലുള്ള എല്ലാവർക്കും സാധ്യമാണ്. അങ്ങനെ നമ്മൾ ഒരു വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പം ആ ഒരു തീയും ചൂടും ലോകത്തിലേക്ക് വ്യാപിക്കണം. അങ്ങനെ നമ്മൾ തന്നെ രക്ഷാകര പദ്ധതിയുടെ, ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു ഭാഗമായി മാറണം. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും വിളി. ഇതാണ് പ്രത്യേകമാവും വിധം ക്ലോയിസ്റ്റർ കാർമലിൻ്റെ അകത്തുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിളി. അതായത് ഒരു സ്വയം വിശുദ്ധീകരണത്തിന് ദൈവത്തിന് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന്, അതായത് ഈശോ പറയുന്നത് പോലെ ഇവർക്ക് വേണ്ടി പിതാവേ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ക്ലോയിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ആത്മീയ സ്വാതന്ത്ര്യം. ഇപ്പോഴെപ്പോഴും സ്വീകരിക്കട്ടെ. സിസ്റ്റർ ബാബുവാണേ, ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടേ. ആയിക്കോട്ടെ. ആദ്യമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ബെല്ലിൽ അടിച്ചു കഴിയുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് അവർ സംസാരിക്കും, എന്താ കാര്യം ചോദിക്കും. നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഈ കബേഡിൽ വെച്ചിട്ട്, ഇതിങ്ങനെ കറങ്ങുന്ന കബേഡാണ്, ഇതിൽ വെച്ച് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അതിൽ വെച്ച് ഇവിടെ നമുക്ക് എടുക്കുകയും ചെയ്യും. ഇനി സിസ്റ്റേഴ്സിനെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ അവർ താക്കോൽ എടുത്ത് വെക്കും. ഇവിടെയുള്ള ഗിൽസ് തുറന്ന് അകത്ത് വിസിറ്റിംഗ് റൂമിൽ പോയിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ മിണ്ടാമടം വന്നുകൊണ്ടിട്ട് ഞങ്ങളുടെ ഈ ഇടവകയ്ക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക 100-ാം വർഷം തികയുകയാണ്. അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇവരുടെ ഒരു കോൺവെൻറ്റും കൂടി വന്നതുകൊണ്ട്. 2 കോൺവെൻറ്റിൻ്റെ കൂടിയാണ് 3-ാമതൊരു കോൺവെൻറ്റ് ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരോട് പറയാനും അവർ പ്രാർത്ഥിക്കാനും, അതുപോലെ നമുക്ക് ഇവരെന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും കഴിയുന്ന വിധത്തിൽ എല്ലാവരും വന്ന് ഇവരെ സഹായിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളൊരു കോൺവെൻറ്റ് പോലെയല്ല ഇവരോടുള്ളൊരു സ്നേഹവും സഹകരണവും. അവരെല്ലാം സമർപ്പിച്ചിട്ടാണ് ഈശോയ്ക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്, ഈ ലോക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച്. പക്ഷേ അവരെ തമ്മിൽ കാണുകയും അവരുമായിട്ട് പരിചയപ്പെടുമ്പോൾ നമുക്കറിയാം അവരെന്തുമാത്രം ആത്മീയ സന്തോഷത്തിലാണെന്നുള്ളത്. കർമ്മലമലയിലെ താപസരായ കർമ്മല സന്യാസിമാരുടെ
നിരന്തര പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ജീവിതമാണ് നിഷ്പാദക കർമ്മലിത്ത സഭാംഗങ്ങളായ ഞങ്ങൾ അനുധാവനം ചെയ്യുന്നത്. രാവും പകലും ദൈവവചനം ധ്യാനിച്ച് അനുസ്യൂതമായ പ്രാർത്ഥനയിലൂടെ ദൈവൈക്യത്തിൽ എത്തിച്ചേരുവാനുള്ള ലളിതമായ ഒരു ജീവിതക്രമം. ഏകാന്ത പ്രാർത്ഥനയുടെയും സമൂഹ ജീവിതത്തിൻ്റെയും ഒത്തുചേരലായ ഇവിടെ തിരുസഭയ്ക്കും വൈദികരുടെ വിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി തപസ്സും പരിഹാരവും അനുഷ്ഠിക്കുന്നു. നിരന്തര പ്രാർത്ഥനയും ത്യാഗവും പരിത്യാഗ പ്രവൃത്തികളും വഴി ദൈവത്തിനും തിരുസഭയ്ക്കും ലോകം മുഴുവനും വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൽ അനുദിനം ഈ സന്യാസിനികൾ ഉത്സുകരായിരിക്കുന്നു. ഇപ്രകാരം സന്യാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അലസതയ്ക്ക് സ്ഥാനമില്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നു. ധ്യാനനിരതമായ ജീവിതത്തിലൂടെ പ്രാർത്ഥനാ പ്രേക്ഷിതത്വം നിർവഹിക്കുന്ന ഇവർ ഈ ഭവനത്തിലെ എല്ലാ ജോലികളും ചെയ്യുന്നു. പ്രഭാതത്തിൽ 4:30 ഉണരുമ്പോൾ മുതൽ രാത്രി 11 മണിക്ക് ഉറങ്ങുന്നതുവരെ ഇവരുടെ ദിനചര്യകളിൽ ധ്യാനം, വിശുദ്ധ കുർബാന, വചനവായന, ജപമാല തുടങ്ങി നിരന്തരമായ പ്രാർത്ഥന വഴി ദൈവവുമായി ഐക്യപ്പെടുന്നതോടൊപ്പം മറ്റു കൈവേലകളും ഇവർ ചെയ്യുന്നു. തങ്ങൾക്ക് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും ഇവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നു. അതോടൊപ്പം ദിവ്യബലിക്ക് ആവശ്യമായ തിരുവോസ്തിയും ഇവർ നിർമ്മിച്ച് ദേവാലയങ്ങളിൽ വിതരണം ചെയ്തു വരുന്നു. കൂടാതെ ആശംസാ കാർഡുകൾ, ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾ എന്നിവയും ഇവർ തങ്ങളുടെ കരങ്ങളാൽ രൂപപ്പെടുത്തുന്നു. പ്രാർത്ഥനയുടെയും ജോലികളുടെയും കൂടെ തങ്ങളുടെ മാനസിക ഉണർവിനായി ഉല്ലാസവും വായനയും ഈ നിഷ്പാദുക സന്യാസിനികളുടെ ജീവിതശൈലിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നിഷ്പാദുക എന്ന വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട് ചെരുപ്പില്ലാത്തവരെന്ന്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിലെ വാക്ക് ഓർഡർ ഓഫ് ഡിസ്കാസ്റ്റ് കാർമലേറ്റ്സ് എന്നാണ്. ഡിസ്കാൽസോ എന്ന ഷൂസ് ഇല്ലാത്ത ഒരു സന്യാസ സമൂഹം. അതിനൊരു കാരണമുണ്ട്. സ്പെയിനിലാണ് ആവിലിൽ അമ്മത്രീസും യോഹന്നാൻ ക്രൂസും ഈ സഭ ആരംഭിച്ചത്. തണുപ്പുള്ള രാജ്യമാണ്. അവിടെ ഷൂസ് ഇടാതെ സാധാരണ നടക്കുക, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരിഹാരാർത്ഥം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പരിഹാരാർത്ഥം ഷൂസ് ഇല്ലാതെ സാധാരണ ചെരുപ്പിട്ട് നടന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ആ പേര് വരാൻ തന്നെ ഒരു കാരണം, നിഷ്പാദക കർമ്മലിത്ത സഭയെന്ന്. അപ്പോൾ ഇന്ന് ആ പരിഹാരത്തിൻ്റെ അരൂപിയോടുകൂടെ പ്രാർത്ഥനയോട് ജീവിക്കുന്നൊരു സന്യാസ സമൂഹമാണിത്. പ്രത്യേകിച്ച് വൈദിക സമൂഹം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് പ്രവർത്തനത്തിലൂടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ധ്യാനകേന്ദ്രങ്ങൾ, ഇടവകൾ നടത്തുന്നു, സ്കൂളുകൾ നടത്തുന്നു. ഒരുപാട് പ്രസ്ഥാനങ്ങളുമായി വൈദികരുടെ സമൂഹം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ മിണ്ടാമഠം സിസ്റ്റേഴ്സ് ചെയ്യുന്നത് ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു ആവൃത്തിക്കുള്ളിൽ, 4 മതിൽക്കെട്ടിനുള്ളിൽ സദാസമയവും പ്രാർത്ഥനയിലും അവരുടേതായ ചെറിയ ചെറിയ ജോലികളും ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ഞാൻ ഈ മിണ്ടാമഠത്തെ പറ്റി ആദ്യമായി കേൾക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മലബാർ കൃഷ്ണൻ്റെ ഓണർ തോമസ് എന്ന് പറഞ്ഞ ഒരാളെടുത്താണ്. അദ്ദേഹമാണ് ഈ മിണ്ടാമഠത്തിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിയിരുന്നത്. അദ്ദേഹം ഈ മിണ്ടാമഠത്തിൻ്റെ പൂർത്തീകരണം ആയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടത്തില്ല. കാരണം മിണ്ടാമഠത്തിൽ നമുക്കൊരിക്കലും അവിടെ കയറി നിൽക്കാനോ എല്ലാ കാലങ്ങളിലെ പോലെ നമുക്കതിൻ്റെ അകങ്ങളോ അതിൻ്റെ ചുറ്റുപാടുകളോ കാണാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ മിണ്ടാമഠത്തിന് ഇത്രമാത്രം ഒരു കൃത്യതയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റു കോൺവെൻറ്റുകളിൽ കാണുന്നതിനേക്കാൾ പല സ്ഥലത്തും പോയതുകൊണ്ട് അങ്ങനെയൊരു അകം കാണാനോ അല്ലെങ്കിൽ മറ്റുള്ളൊരു അതിൻ്റെ ഗൗരവം ഞാനും മനസ്സിലാക്കിയില്ല.
പക്ഷേ എൻ്റെ പള്ളിയിലെ ഫൊറാന പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ തോമസ് കൊച്ചുവേരോട്ടച്ഛനും തൊണ്ടി SH കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഈ നാട്ടിലൊരു തലശ്ശേരി പിതാവ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇത് സന്ദർശിക്കുകയും, പക്ഷേ സന്ദർശനം കഴിഞ്ഞ് പോയതിന് ശേഷം ആണ് ഞാനൊരു 5-6 മാസത്തിന് ശേഷമാണ് ഈ മിണ്ടാമഠം ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചിവിടെ വന്നത്. അന്നേരം അറിയാൻ കഴിഞ്ഞത് ഇനി ഈ വാതിലുകളൊന്നും ഒരു പബ്ലിക്കിന് കാണാനോ പബ്ലിക്കിന് തുറക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ഫീലിംഗ് എനിക്ക് വളരെ ഒരു പ്രയാസമായി. എന്നെ ക്ഷണിച്ച് ഒരവസരം ഞാൻ നഷ്ടപ്പെടുത്തിയില്ലോ എന്ന്. പക്ഷെ എന്നിരുന്നാൽ തന്നെ എനിക്ക് ഈ സിസ്റ്റേഴ്സിനെ ബെല്ലടിക്കുകയും ഇവരുടെ അനുവാദത്തോടു തന്നെ ഇവരുടെ മുഖങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അതുപോലെ ഈ ചാപ്പലിൽ ഞാൻ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ അന്നും ഈ സിസ്റ്റേഴ്സിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പബ്ലിക് ഒരു ഭാഗത്തെ ഈ ചാപ്പലിലും മറുഭാഗത്തായിരുന്നു ഈ സിസ്റ്റേഴ്സ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോലും വന്നിരുന്നത്. അപ്പോൾ എനിക്ക് ആഴത്തിലേക്ക് ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനും ഇവരെപ്പറ്റി അറിയാനും ഒരാഗ്രഹം കൂടി. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ ഇവിടെ വരികയും ഈ സിസ്റ്റേഴ്സിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവർ ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും അവർ ആ മറവിൽ നിന്ന് ഞങ്ങളുടെ മുഖാമുഖങ്ങൾ ഞങ്ങൾക്ക് ചെറിയൊരു അവസരം തരികയും ചെയ്തു. ആ അവസരത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഈ സിസ്റ്റേഴ്സിൻ്റെ മുഖത്തിൻ്റെ തേജസ്സാണ് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്. നമ്മൾ ലോകം മുഴുവൻ രാവിലെ മുതൽ പല രാജ്യങ്ങളിലും പല നാടുകളിലും സന്ദർശിക്കുമ്പോൾ അല്ല പല വേദികളിലും പല ആളുകളെ കാണുമ്പോൾ ഉണ്ടാകാത്ത കിട്ടാൻ അവർക്ക് നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറം അവരുടെ മുഖത്തിൻ്റെ ഒരു തേജസ്, അതൊരു പ്രകാശം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കാണാൻ കഴിയാത്തത്ര പ്രകാശമാണ് എനിക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചത്. ആ ഒരു പ്രകാശത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിൻ്റെ ത്യാഗപൂർണമായ ജീവിതം നമ്മൾക്ക് 24 മണിക്കൂറും ഏത് രാജ്യത്തോ ഏത് ആളിനോടോ എങ്ങനെ സംസാരിക്കാൻ പറ്റുമ്പോൾ ഇവർ ഈ മിണ്ടാമഠത്തിൽ മാത്രമായി നിന്നുകൊണ്ട് ഇവരുടെ സന്തോഷം എങ്ങനെ നിലനിൽക്കുന്നു, എത്രമാത്രം സന്തോഷിക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഈ ദൈവത്തിൻ്റെ ഒരു കൃപ. ഒരു കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ കുറവുകൾ വന്നപ്പോഴാണ് ദൈവം മിശിഹായെ നമ്മളുടെ കുരിശുമരണത്തിന് ഏൽപ്പിക്കുകയും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ഈശോയെ ബലിയായി തീരുകയും ചെയ്തു. അതുപോലെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ മിണ്ടാമഠവും ഇതിൽ നിന്നുള്ള സിസ്റ്റേഴ്സിൻ്റെ ത്യാഗപൂർണമായ പ്രാർത്ഥനയും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴെപ്പോഴും ശരിക്കട്ടെ സിസ്റ്ററെ. സിസ്റ്ററെ, ഞാനാ ജോയല്. പൂ കൊണ്ടുവന്നീ സിസ്റ്ററെ. അവിടെ വെച്ചോ. നന്ദി കേട്ടോ. ആ